Welcome, my dear students, on a new lecture on matrix theory. Previous lecture, we homogeneous system of equations solve in the method and discuss here. In this lecture, we will be discussing some problems. So, question: solve lambda x plus y plus z is equal to 0. X plus lambda y plus z is equal to 0, and x plus y plus lambda z is equal to 0. This system of equations solve ചെയ്യാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So solution is, so നമുക്ക് ആദ്യം ഇതിനെ x is equal to 0 എന്നുള്ള ഫോമിൽ. So this is of the form x is equal to 0, where a is matrix A എന്ന് പറയുന്നത് ഇതിന്റെ കോഎഫിഷ്യൻസ് ആണ്. x ന്റെ കോഎഫിഷ്യൻസ് ലാംഡ, y യുടെ കോഎഫിഷ്യന്റ് 1, z ന്റെ കോഎഫിഷ്യന്റ് 1. Here it is 1 lambda 1. Here it is 1 lambda. Okay, and x is equal to variables x, y, z. So number of variables is equal to 3. Okay, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ മെട്രിക്സിന് either it has a unique solution or it has infinitely many solutions. So it has a unique solution. So it has a unique solution if rank A is equal to 3, which is equal to number of variables. Okay, it has infinitely many solutions if rank of A is actually less than 3, which is the number of variables. Okay, ഇനി ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ലാംഡ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ത് വാല്യൂ ആണ്. സോ ഇതിന്റെ റാങ്ക് 3 ആകുക എന്ന് വെച്ചാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുക. ഓക്കെ, സോ റാങ്ക് ഈസ് ഈക്വൽ ടു 3, കാരണം ഇതൊരു 3x3 മെട്രിക്സ് ആണ്, ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഓർ റാങ്ക് നോട്ട് ഈക്വൽ ടു 3 എന്ന് വെച്ചാൽ, so rank of A less than 3 implies determinant of A equal to 0. Okay, that's the concept. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലാംഡയുടെ വാല്യൂ അറിയില്ല. ഓക്കെ, അപ്പോൾ ലാംഡയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഇതിന്റെ റാങ്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലാംഡയുടെ വാല്യൂ സ്പെസിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് വാല്യൂ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇവിടെ റാങ്ക് 3 ആകും, ഡിറ്റർമിനന്റ് എന്താകുമ്പോൾ നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് 0 ആകുന്ന കേസിൽ റാങ്ക് എന്താകും, 3യെക്കാട്ടിലും ചെറുതാകും. സോ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് അടുത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ 1 1 1 ലാംഡ 1 1 1 ലാംഡ കണ്ടുപിടിക്കുമ്പോൾ, സോ ലാംഡ ഇൻറ്റു ആ റോയും ആ കോളവും ആ റോയും കളഞ്ഞിട്ട് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ 1 1 ലാംഡ മൈനസ് 1 ഇൻറ്റു 1 1 1 ലാംഡ പ്ലസ് 1 ഇൻറ്റു 1 ലാംഡ 1 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 1 മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് ലാംഡ. I think നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയാം. സോ ലാംഡ ക്യൂബ് മൈനസ് ലാംഡ പ്ലസ് 1 മൈനസ് ലാംഡ. ദിസ് ഈസ് ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ പ്ലസ് 2. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ആക്ച്വലി ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ പ്ലസ് 2. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കേസിൽ, ഓക്കെ,
ഇതിന്റെ റാങ്ക് 3 ആണ്. ആ കേസിൽ എല്ലാം യുണീക് സൊല്യൂഷൻ ആണ് ഉള്ളത്. സോ ഇത് നോട്ട് ഈക്വൽ ടു 0 ആകുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് ഈക്വൽ ടു 0 ആകുന്ന വാല്യൂ. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ആകുന്ന വാല്യൂ. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. നമുക്ക് ട്രയൽ ആൻഡ് എറർ വെച്ച് ചെയ്യാം. പുട്ട് ലാംഡ ഈസ് ഈക്വൽ ടു 1. So which means 1 cube minus 3 into 1 plus 2, which is 1 minus 3 plus 2, which is equal to 0. So which means lambda is equal to 1 is a solution. അതായത് ലാംഡയുടെ വാല്യൂ 1 ആകുമ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആകും. ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആകുമ്പോൾ റാങ്ക് ലെസ് ദാൻ 3 ആകും. ആ കേസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇനി ലാംഡ 1ൽ മാത്രമേ ഡിറ്റർമിനന്റ് 0 ആകത്തുള്ളൂ? അല്ല, ഇതൊരു 3rd ഡിഗ്രി പോളിനോമിയലാണ്. ഇതിന് 3 റൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 റൂട്ട്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഒരു റൂട്ട് കിട്ടി. ഇനി ബാക്കി റൂട്ട്സ് എങ്ങനെ കണ്ടുപിടിക്കാം? സോ നമ്മൾ ആ കോഎഫിഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, പോളിനോമിയൽ ഡിവിഷൻ വെച്ച് കോഎഫിഷ്യൻസ് എഴുതുന്നു. ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ക്യൂബ് plus 0 lambda square minus 3 lambda plus 2. Coefficients എഴുതുന്നു. ലാംഡ ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1, ലാംഡ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 0, ലാംഡയുടെ കോഎഫിഷ്യന്റ് മൈനസ് 3, കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് 2. 1 റൂട്ട് ആണെന്നറിയാം. സോ 1 എഴുതുന്നു. ആദ്യം 0 താഴെ എഴുതുന്നു. 1 പ്ലസ് 0 ഈസ് 1. പോളിനോമിയൽ ഡിവിഷൻ തന്നെയാണിത്. സോ 1 into 1 കണ്ടുപിടിക്കുന്നു, വിച്ച് ഈസ് 1. ഇവിടെ എഴുതുന്നു. ആഡ് ചെയ്യുന്നു. 0 പ്ലസ് 1 ഈസ് 1. ഇവിടെ 1 into 1 എഴുതുന്നു. സോ 1 into 1 ഈസ് ആക്ച്വലി 1. മൈനസ് 3 പ്ലസ് 1 ഈസ് മൈനസ് 2. 1 into മൈനസ് 2 ഈസ് മൈനസ് 2. ആഡ് ചെയ്യുമ്പോൾ 0. റൂട്ട് ആണെങ്കിൽ ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 0 വരും. ഓക്കെ, നൗ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. ആൻസറിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇത് ലാംഡ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, ഇത് ലാംഡയുടെ കോഎഫിഷ്യന്റ്, ഇത് കോൺസ്റ്റന്റ്. സോ ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ പ്ലസ് 2വിനെ നമുക്ക് ലാംഡ മൈനസ് 1 ഇൻറ്റു ഇവിടെ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഒരു റൂട്ട് കിട്ടി. ബാക്കി ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചാൽ ബാക്കി റൂട്ട്സ് കിട്ടും. സോ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2 വെച്ച് ചെയ്യാം. സോ ഇവിടെ a ഈസ് ഈക്വൽ ടു 1, b ഈസ് ഈക്വൽ ടു 1, c ഈസ് ഈക്വൽ ടു മൈനസ് 2. So lambda is equal to minus 1 plus or minus root of b square, that is 1 square minus 4ac. 4 into 1 into minus 2 divided by 2. That is minus 1 plus or minus root of 1 minus, ഇവിടെ 4 into minus 2 is minus 8, minus minus plus divided by 2. So lambda is equal to minus 1 plus root 9 കിട്ടും. root 9 is 3 plus or minus 3 by 2. That is either lambda is equal to minus 1 plus 3 by 2 or lambda is equal to minus 1 minus 3 by 2. That is lambda is equal to 1 or lambda is equal to minus 2. So ഇതിന്റെ റൂട്ട്സ് കിട്ടി. lambda is equal to 1 രണ്ട് പ്രാവശ്യം വരും. 1 1 മൈനസ് 2. ഇതാണ് റൂട്ട്സ്. ഓക്കെ, സോ ഈ വാല്യൂസിൽ മാത്രമാണ് ലാംഡ ക്യൂബ് മൈനസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. ആ വാല്യൂസിൽ മാത്രമാണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 0. ഓക്കെ, സോ അപ്പം ആ കേസിൽ മാത്രമേ റാങ്ക് ഓഫ് എ ലെസ് ദാൻ 3 ആകത്തുള്ളൂ. ഈ 3 കേസ് ഒഴികെ ബാക്കി എല്ലാ കേസിലും ലാംഡ ഏത് വാല്യൂ ആയാലും ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകും. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് 3 ആകും. വിച്ച് ഇംപ്ലൈസ് നമുക്കിവിടെ എഴുതാം കേസ് 1, ഇഫ് ലാംഡ ഈസ് നോട്ട് ഈക്വൽ ടു 1, minus 2, then determinant of a, which is lambda cube minus 3 lambdas plus 2 is not equal to 0. Okay, that is rank of A is equal to 3, which is the number of variables. Rank of number of variables same. Rank and number of variables same. Ax is equal to 0 has
only trivial solution. Okay. So trivial solution x is equal to 0. X is equal to 0 എന്ന് വെച്ചാൽ x is equal to 0, small y is equal to 0, z is equal to 0. ഇത് മാത്രമായിരിക്കും സൊല്യൂഷൻ. കാരണം x എന്ന് വെച്ചാൽ കോളം XYZ ആണ്. സോ ലാംഡയുടെ വാല്യൂ 1ഉം -2ഉം അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഓക്കെ, ഇനി അടുത്ത കേസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡയുടെ വാല്യൂ 1ഉം -2 ആകുമ്പോൾ. ലാംഡയുടെ വാല്യൂ 1ഉം -2 ആകുമ്പോൾ ഡിറ്റർമിനന്റ് 0 ആണ്. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസും സെയിം അല്ല. ദാറ്റ്സ് ദി ഐഡിയ. സോ കേസ് 2 is when lambda is equal to 1. Lambda is equal to 1 our matrix A is actually 1 1 1 1 1 1 1 1 1. ലാംഡയ്ക്ക് 1 എന്ന് കൊടുത്തു. ഇത് all one matrix ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. all one matrixന്റെ റാങ്ക് എപ്പോഴും 1 ആണ്. ഓക്കെ, സോ റാങ്ക് ഓഫ് A is equal to 1, which is R. Number of variables n is equal to 3. So 1 is R is less than n or 1 is less than 3. So നമ്മൾ ചെയ്യുന്നത് n-r വേരിയബിൾസിന് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ അസൈൻ ചെയ്യണം. ഓക്കെ, ഇവിടെ n-r എന്ന് വെച്ചാൽ 3 - 1 which is 2 വേരിയബിൾസിന് നമ്മൾ എന്ത് കൊടുക്കണം? വാല്യൂ കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ ഏതൊക്കെ വേരിയബിൾസിനാണ് വാല്യൂ കൊടുക്കുന്നത്? സോ നമ്മുടെ മെട്രിക്സ് A is equal to 1 1 1 1 1 1 1 1 1. Okay, so Ax is equal to 0 implies into x y z is equal to 0. Multiply ചെയ്യുമ്പോൾ x plus y plus z is equal to 0 എന്ന് തന്നെ 3 ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇവിടെ 2 വേരിയബിൾസ് നമ്മൾ വാല്യൂ കൊടുക്കണം. ഓക്കെ, ഇവിടെ 3 - 1 2 വേരിയബിൾസ് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യണം. സോ പുട്ട് y is equal to a and z is equal to b. നമുക്ക് 2 വേരിയബിൾസിനാണ് വാല്യൂ കൊടുക്കേണ്ടത്. ഞാൻ y ക്കും z നും വാല്യൂ കൊടുത്തു. Then x is equal to minus of y plus z. That is minus of a plus b. Okay, so y യുടെയും z ന്റെ വാല്യൂ നമ്മൾ x ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. So solution is x is equal to minus of a plus b, y is equal to a and z is equal to b. അപ്പോൾ എക്കും ബിക്കും വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 1 ആകുന്ന കേസിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഓക്കെ, ഇവിടുത്തെ മേജർ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അടുത്തത്, അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഡിറ്റർമിനന്റ് 0 ആകും. അതുകൊണ്ടാണ് അവിടെ റാങ്ക് കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്ത ഡിറ്റർമിനന്റ് 0 ആകുന്ന കേസ് എന്ന് വെച്ചാൽ കേസ് 3 എന്താണ്? Lambda is equal to -2. Lambda is equal to -2 ആകുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A is equal to 0 ആകും. അപ്പോൾ അവിടെ റാങ്ക് കണ്ടുപിടിക്കണം. സോ വേർ A is equal to -2 1 1 1 -2 1 1 1 -2. ഈ മെട്രിക്സിനെ റാങ്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ മെട്രിക്സ് റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ യൂഷ്വലി എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. സോ നമുക്ക് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിന്റെ അകത്ത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അത് ഇവിടെ -2 ആണ്. ഡിവിഷനെക്കാട്ടി നല്ലത് ഈ 2 റോസ് ഇന്റർചേഞ്ച് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 -2 1 -2 1 1 1 1 -2. നമ്മൾ ചെയ്ത ഓപ്പറേഷൻ R2ഉം R1ഉം ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ R12 ചെയ്തു. നൗ ഇതിന്റെ താഴത്തെ എലമെന്റ്സ് പിവട്ട് എലമെന്റ്സ് 1 ആണ്. അതിന്റെ താഴത്തെ എലമെന്റ്സ് 0 ആക്കണം. ഇത് 0 ആകാൻ വേണ്ടി നമ്മൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. സോ R2 implies R2 plus 2R1 or R21 2. ഓക്കെ, അതിപ്പോൾ ഇത് 0 ആകാൻ വേണ്ടി 1ൽ നിന്ന് 1 കുറച്ചാൽ മതി. ദാറ്റ് ഈസ് R3 - R1 ചെയ്താൽ മതി. സോ R3 implies R3 - R1 or R31 - 1. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ എലമെന്റ് വെച്ച് പിവട്ട് എലമെന്റ്സ് വെച്ചിട്ടാണ് താഴത്തെ എലമെന്റ്സ് എല്ലാം 0 ആക്കുന്നത്. സോ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയ്ക്ക് ഒരു വ്യത്യാസമില്ല. സോ 1 - 2 1, താഴത്തെ 2 എലമെന്റ്സ് 0 ആയി. ഇനി ഇവിടെ ചെയ്ത ഓപ്പറേഷൻ. ഓക്കെ, നമ്മൾ ചെയ്തത് ഇവിടത്തെ റോയ്ക്ക് 1ലെ എലമെന്റ്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടോട്ട് ആഡ് ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്തത്. സോ ഓക്കെ, സോ 1 -2 into 2. Okay, so 1 - 4 എന്ന് കിട്ടി, which is -3.
സോ -3 എന്ന് കിട്ടി. ഇവിടുത്തെ ഓപ്പറേഷൻ 1 മൈനസ് 2 ഇൻറ്റു 1 എന്ന് കിട്ടും. ഇവിടുത്തെ എലമെന്റ്സ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് 3. ഓക്കെ, ഇവിടെ അടുത്ത തമ്മിൽ മൈനസ് ചെയ്യുക. 1 മൈനസ് 1 ഈസ് ആക്ച്വലി 0. സോ ഇവിടെ 1 minus 2. ഇവിടുത്തെ എലമെന്റ്സ് മൈനസ് ആണ്. സോ 1 minus 2 which is -1. Here -2 plus 1. -2 minus 1. So -2 minus 1 is -3. So ഇവിടെ 1 minus -2 ആണ്. So ഇവിടെ minus plus ആവും. So this becomes +3. Okay. അടുത്തതായിട്ട് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി നമുക്ക് 1 ആയിരിക്കണം, വിച്ച് ഈസ് -3. അത് 1 ആക്കാൻ വേണ്ടി -3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ R2 implies R2 by -3, which is 1 -2 1 0 1 -1 0 3 -3. സോ പിവറ്റ് എലമെന്റ്സ് കിട്ടി. പിവറ്റ് എലമെന്റ്സിന്റെ മേളിലും താഴെയുള്ള എൻട്രീസ് 0 ആക്കും. ഇത് 0 ആകാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഇത് 0 ആകാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ, ഈ എലമെന്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്താൽ മതി. സോ വാട്ട് വി ഹാവ് ഡൺ ഈസ് R1 implies R1 plus 2R2 and R3 implies R3 minus 3R2. പിവറ്റ് എലമെന്റ്സ് വെച്ച് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാവും, 0 ആക്കാം. സോ 1 0 0 വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ 1 -1. നമ്മൾ സെക്കൻഡ് റോയ്ക്ക് ഒരു ചേഞ്ച് വരുന്നില്ല. ഫസ്റ്റ് റോ ബിക്കംസ് R1 plus 2R2. 1 plus 2 into 0 is 1. -2 plus 2 into 1 is -2 plus 2 is 0. 1 plus -1 into 2. 1 minus 2 എന്ന് കിട്ടും, which is -1. Here it becomes 1 minus 3. അതായത് R3 minus 3 into R2. 0 minus 3 into 0 is 0. 3 minus 3 into 1 is 0. -3 minus 3 into -1. So 3 plus 3 എന്ന് കിട്ടും, which is equal to 0. Okay, so we have obtained. അപ്പോൾ നമുക്കിതിപ്പം ലാസ്റ്റ് റോ റെഡ്യൂസ്ഡ് കാനോണിക്കൽ ഫോമിലായി 0 റോസ് എല്ലാം താഴെയാണ്, പിവറ്റ് എലമെന്റ്സ് താഴെ എല്ലാം 0, ആ കോളത്തിൽ എല്ലാം 0 ഉള്ളൂ. So here number of non-zero rows in the എണ്ണമാണ് rank. Here the rank is equal to 2. So here rank of A which is equal to R is equal to 2, which is less than 3 number of variables. നമ്മൾ ചെയ്യുന്നത് n-r വേരിയബിൾസിന്, n-r that is 3 minus 2 വേരിയബിൾസിന് നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്യും. ഓക്കെ, അത് ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഈ മെട്രിക്സ് എടുക്കുക, ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് എടുക്കുക. ഓക്കെ, സോ 1 0 -1 0 1 -1 0 0 0 ഇൻറ്റു എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 0. നമ്മൾ ഇക്വലന്റ് ഫോമിലാക്കി ലാസ്റ്റ് മെട്രിക്സ്. ഇക്വലന്റ് മെട്രിക്സുകളുടെ കറസ്പോണ്ടിങ് സിസ്റ്റം ഓഫ് ഇക്വേഷന് സെയിം സൊല്യൂഷൻ ആയിരിക്കും. സോ ദിസ് ബിക്കംസ് എക്സ് minus z is equal to 0. This becomes y minus z is equal to 0. That is x is equal to z and y is equal to z. Okay, അപ്പോൾ ഞാൻ z-ന് സം a എന്ന് കൊടുക്കുക. z-ന് a എന്ന് കൊടുക്കുമ്പോൾ x becomes a ആകും, y-യും becomes a ആകും. Okay, so the solution is x is equal to താഴോട്ട് a. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ. അപ്പം ഇവിടുത്തെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ലാംഡയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയത്. ലാംഡയുടെ വാല്യൂ തന്നിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റാങ്ക് കണ്ടുപിടിക്കാമായിരുന്നു. അപ്പോൾ ലാംഡയ്ക്ക് ഇവിടെ ഏത് റിയൽ നമ്പറും വാല്യൂ ആകാം, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കേസും ചെയ്ത്